ഹായ് ഗായ്സ്, ഇന്നത്തെ പരിപാടി വന്നിട്ട് ത്രെഡിങ് എടുക്കുന്നതാണ്. ഞാൻ സ്വന്തമായിട്ട് തന്നെ ത്രെഡിങ് എനിക്ക് എടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അതിനൊരു റീസൺ ഉണ്ട്, അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇന്നലെ ഞാൻ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡിങ് എടുക്കാൻ വേണ്ടിയിട്ട്. അവർ എൻ്റെ അടുത്ത് വന്നിട്ട് 150 ഷെക്കിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു. 150 ഷെക്കിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി 3900 റുപ്പീസ്. ഒരു ത്രെഡിങ് എടുക്കാം, 3900 റുപ്പീസ് ഞാൻ കൊടുക്കണോ എന്ന് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആര് ഹെൽപ്പും വേണ്ട, ഞാൻ തന്നെ സ്വയമായിട്ട് ത്രെഡിങ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഞാൻ ട്രിവാൻഡ്രത്ത് ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ആതിര വന്നിട്ട് എനിക്ക് ത്രെഡിങ് എടുക്കാൻ വേണ്ടി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ട്. കുറേ വർഷങ്ങളായി ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ത്രെഡിങ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കണ്ടതിൻ്റെ ത്രെഡിങ് എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ട്, എക്സ്ട്രാസൊക്കെ ഉണ്ട്. ഞാൻ ത്രെഡിങ് എടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം എങ്ങനെ. എനിക്ക് ത്രെഡിങ് എടുക്കുന്നതിൽ അത്രയും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ഞാൻ ത്രെഡിങ് എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ലെങ്തി ആയിട്ടിരിക്കുന്ന എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ പാർട്ട് വന്നിട്ട് അത്രയ്ക്കും വന്നിട്ട് ടച്ച് ചെയ്യത്തില്ല ത്രെഡിങ് എടുക്കുമ്പോൾ. പിന്നെ ഇവിടെ ഈ മോൾഡ് കാണുന്നുണ്ടല്ലോ, അതും നമ്മൾ വന്നിട്ട് ഈ ബ്ലേഡ് വെച്ചിട്ടൊന്നും എടുക്കാൻ പാടില്ല. അത് സിസർ വെച്ചിട്ട് നമുക്കൊരു കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്താൽ മതി. ദെൻ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇവിടെ പോർഷൻ കണ്ടോ, ഈ പോർഷനിലാണ് നമ്മൾ കറക്റ്റ് ആർച്ച് കൊണ്ടുവരേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ എടുക്കുന്ന ത്രെഡിങ് മിസ്റ്റേക്ക് ആയി പോയാൽ പിന്നെ ഭയങ്കര തിന്നായി പോവും ചിലപ്പോൾ. വന്നിട്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. ഇനി പിന്നെ അടുത്ത മാസം ഹെയർ ഗ്രോത്ത് ആവുന്നവരെ കാത്തിരുന്ന് പിന്നെ പയ്യെ ഷേപ്പ് വന്നിട്ട് ആക്കിയിട്ട് ചെയ്താൽ മതി. എനിക്ക് അറിയില്ല, ഞാൻ റിസ്ക്കാണ് എടുക്കുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടായിരിക്കുന്നത്, എന്നാലും ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, എനിക്ക് ഒരുപാട് ഹെയർ ഇങ്ങനെ കുഞ്ഞു ഹെയർ വന്നിട്ട് കുറേയൊക്കെ വളർന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷേപ്പിൽ എനിക്ക് എടുക്കണം. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് അതൊന്ന് കറക്റ്റ് ലെവലാക്കി കട്ടാക്കിയിട്ട് പോകണം. ഈ ഐബ്രോസും കുറേ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് എനിക്ക് ഇത്തിരി പേടിയുണ്ട് സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊളായി പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന് നമ്മൾ ഈ അമൗണ്ട് വന്നിട്ട് എപ്പോഴും കമ്പാരിസൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സാലറിയൊക്കെ ഉണ്ട്, എന്നാലും കമ്പാരിസൺ നമ്മൾ നിർത്തുന്നില്ല. സോ അതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമം ഇത്രയും രൂപ കൊടുത്തിട്ട് എടുക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഐബ്രോ ഇപ്പോൾ ഞാൻ ത്രെഡിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഇങ്ങനെ അപ്പാക്കണം. എന്നിട്ട് ഇവിടെ കണ്ടോ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അത് ജസ്റ്റ് ഇങ്ങനെ ലെവലായിട്ട് ഇങ്ങനെ കട്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ ആവും. ഇനി ഞാൻ തിന്നാക്കാൻ നോക്കിയില്ല, കാരണം എനിക്ക് പേടിയാവുന്നു. അതുകൊണ്ട് ഇപ്പം എടുത്ത ഇതുവരെ മതി എന്ന് നിർത്തി. ഇനി അടുത്തത് ഇതും കൂടി ഒന്ന് ലെവലാക്കണം. വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ത്രെഡിങ് എടുത്തു കഴിഞ്ഞു ഞാൻ. വലിയ ഈ ഒരു ഐബ്രോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. പക്ഷെ ഇതിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്നാലും വലിയ കുഴപ്പമില്ല. ഓക്കെ, വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് ഗായ്സ്. സോ എനിവേ വന്നിട്ട് 3500 റുപ്പീസ് ഞാൻ ലാഭിച്ചു. എൻ്റെ ത്രെഡിങ് പ്രോസസ് സക്സസ് ആയി. ബൈ ബൈ.